രണ്ടാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഡേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം ഒന്നെന്താണ്? സിംഹരാജൻ്റെ പിറന്നാൾ അല്ലേ? സിംഹരാജൻ്റെ പിറന്നാളിന് വൈകിയാണ് ആമച്ചാർ എത്തിയത് അല്ലേ? അപ്പോൾ ചോദിക്കുന്നുണ്ട്, തത്ത എന്താ ചോദിക്കുന്നത്? എന്താ ആമച്ചാരെ വൈകിയത്? എനിക്ക് നിന്നെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ എന്ന് തത്തയോട് ആമച്ചാർ പറയുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പിറന്നാളിന് വന്ന ജീവികളെ സഞ്ചാര രീതി അനുസരിച്ച് തരംതിരിച്ചെഴുതാൻ അല്ലേ? ഇവിടെ കുറച്ച് ചിത്രങ്ങളിൽ കുറച്ച് ജീവികളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതനുസരിച്ചിട്ട് തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അല്ലേ? ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? പാമ്പുണ്ട്, പല്ലിയുണ്ട്, ഒച്ചുണ്ട്, കാക്കയുണ്ട്, തത്തയുണ്ട്, മാനുണ്ട്, മുയലുണ്ട്, പൂമ്പാറ്റയുണ്ട്, ഉറുമ്പുണ്ട് അല്ലേ? ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഇനി ഇതിനെ 3 പട്ടികയായിട്ട് തിരിക്കണം. ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. അതിൽ ഇഴയുന്നവയിൽ ഏതെല്ലാം പെടും? പാമ്പ്, പല്ലി, ഒച്ച് അല്ലേ? പറന്നു വരുന്നവയിലോ? കാക്ക, തത്ത, പൂമ്പാറ്റ. നടക്കുന്നവയിൽ മാൻ, മുയൽ, ഉറുമ്പ് അല്ലേ? ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്തത് നോക്കാം. അടുത്ത എന്താണ്? ഫ്ലവർ ബാസ്ക്കറ്റ് അല്ലേ? ചിങ്കൻ ദ മങ്കി കെയിം വിത്ത് 5 ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ടു ഡെക്കറേറ്റ് ദ പാലസ് അല്ലേ? കൊട്ടാരം മനോഹരമാക്കാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുന്ന പൂക്കുട്ടകളാണ്. ആദ്യത്തെ പൂക്കുട്ടയിൽ 96, സെക്കൻഡ് 84, തേർഡ് 78, ഫോർത്ത് 67, ലാസ്റ്റ് 54 അല്ലേ? ഹൗ മെനി ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് വിൽ ദർ ഇൻ ദ ഈച്ച് ബാസ്ക്കറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കളറിലുള്ളത് ചിലത് തന്നിട്ടുണ്ട്, റെഡ് കളറിലുള്ളത് ചിലത് തന്നിട്ടുണ്ട്. ആദ്യത്തത് 96 ആണ് അല്ലേ? 96. 96 ബ്ലൂ കളറിലുള്ളത് 45 45 ആണ്. അപ്പോൾ എത്ര ബാക്കി ഉണ്ടായിരിക്കും റെഡ് കളറിലുള്ള ഫ്ലവർ? അപ്പോൾ എങ്ങനെ കാണണം? 96 നിന്നും 45 കുറക്കണം, മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 51. അപ്പോൾ ആ റെഡ് കളറിനുള്ളിടത്ത് 51 എഴുതി. അപ്പോൾ ഇങ്ങനെ മാത്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ടോട്ടൽ സംഖ്യയിൽ നിന്ന് അവിടെ തന്നിട്ടുള്ള സംഖ്യ മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടലും കുറയ്ക്കലും ഒക്കെ ട്രൈ ചെയ്തിട്ട് ഒരുപാട് ക്രിയകളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് തയ്യാറെടുത്ത് പോകാൻ. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 8 അല്ലേ? വരികൾ കൂട്ടിച്ചേർക്കാം. സിംഹരാജൻ്റെ പിറന്നാളിന് ജീവികൾ എല്ലാവരും ഒത്തുകൂടി കൂട്ടമായി പാട്ടുപാടി. എന്തൊക്കെയാണ്? ചിറകുകൾ വിരിച്ച് പാറി വരുന്നു സുന്ദരിയാകും തത്തമ്മ, പീലി വിടർത്തി ആടി വരുന്നു ചേലേറുന്നൊരു മയിലമ്മ. എങ്ങനെ ഉണ്ടാക്കാൻ വരികൾ? ചിൽച്ചിൽ ചിലച്ചു വരുന്നു അണ്ണാൻ കുഞ്ഞും അഴകോടെ, മരങ്ങൾ തോറും ചാടി വരുന്നു ചേലോറും കുരങ്ങച്ച, തുള്ളിത്തുള്ളി ചിരിച്ചു വരുന്നു തൂവെള്ള നിറത്തിൽ മുയലമ്മ അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ നല്ല നല്ല വാക്കുകൾ, മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരികൾ കൂട്ടിച്ചേർക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ, അതൊക്കെ പഠിച്ചു വെച്ചിട്ട് പോകണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കൊക്കെ ലഭിക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം സംഭാഷണം പൂർത്തിയാക്കാനാണ് അല്ലേ? സിംഹരാജൻ്റെ പിറന്നാൾ ആഘോഷം കെങ്കേമമായി. ചിന്നുകുരുവിയെ മാത്രം കണ്ടില്ല. അവൾക്ക് ഇതെന്തു പറ്റി? മടക്കയാത്രയിൽ മിന്നുത്തത്ത ചിന്നുകുരുവിയെ കാണാൻ പോയി അല്ലേ? മിന്നുത്തത്ത ചോദിക്കുകയാണ്, ചിന്നു പിറന്നാളിന് നിന്നെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ ചിന്നുകുരുവി പറയാ, ഇന്നലത്തെ കാറ്റിലും മഴയിലും എൻ്റെ കൂട് തകർന്നു പോയി. അപ്പോൾ നിങ്ങൾക്ക് സംഭാഷണം എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തുള്ള കോൺവെർസേഷനോ അല്ലെ സംഭാഷണം എഴുതാം, അല്ലെങ്കിൽ വേറെയൊക്കെ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഇവിടെ മിന്നുത്താത്ത പറഞ്ഞപ്പോൾ ചിന്നുകുരുവി പറഞ്ഞപ്പോൾ മിന്നുത്താത്ത എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ആണോ, ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ചിന്നുകുരുവി, എൻ്റെ കുഞ്ഞുങ്ങൾ താഴെ വീണ് കൂട് നശിച്ചു. മിന്നുത്താത്ത, നീ വാ, നിനക്ക് കൂടുണ്ടാക്കാൻ ഞാനും കൂടെ വരാം. ചിന്നുകുരുവി, എങ്കിൽ എനിക്ക് വളരെ ഉപകാരമാകും അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭാഷണം ഉണ്ടാക്കി എഴുതാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പഠിച്ച് അക്ഷരത്തെറ്റില്ലാതെയും കണക്ക് കൂട്ടിയിട്ടൊക്കെ എഴുതാൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.